ഇവിടയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കീ ഡെവലപ്മെൻറ്റ്സ് ആണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 നേഷൻസ് ടൂർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡിൽ കഴിഞ്ഞ 40 വർഷത്തിൻ്റെ ഇടയിൽ ആദ്യമായിട്ട് ന്യൂസിലാൻഡ് സന്ദർശിക്കുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ന്യൂസിലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്, അതുപോലെ തന്നെ ഇന്ത്യക്കാരുടെ എമിഗ്രേഷൻ ഈസിയാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ച നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പാകിസ്ഥാൻ്റെ ഉള്ളിൽ POKയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ഞങ്ങളുടെ രാജ്യം സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നാണ് POKയിലെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് സോളിഡാരിറ്റി എന്നുള്ള നിലയിൽ ലണ്ടനിൽ UK POKയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും അതേപോലെ ബലൂചിസ്ഥാനികൾ, അതുപോലെ തന്നെ പാകിസ്ഥാനെതിരെ നിലപാടുള്ള കുറച്ച് പാകിസ്ഥാനികളും കൂടി ഇതിനോടൊപ്പം ചേർന്നിട്ട് ആൻറ്റി പാകിസ്ഥാൻ പ്രൊട്ടസ്റ്റ്, ഇതാണ് UK ഇന്നലെ നടന്നത്. അത് തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. UK പാകിസ്ഥാൻ എംബസിയുടെ മുന്നിലാണ് ഈ പ്രതിഷേധം ശക്തമായിട്ട് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഇൻ്റർനാഷണൽ ശ്രദ്ധ പിടിച്ചു പറ്റുമോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഈ POKയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇന്നലെ POKയിൽ നടന്ന പ്രതിഷേധത്തിൽ മുസഫറാബാദിൽ വെച്ചിട്ട് പാകിസ്ഥാൻ്റെ ആർമി ഈ POKയിൽ മുസഫറാബാദിൽ പ്രതിഷേധം നടത്തിയ ഈ ആക്ടിവിസ്റ്റുകൾക്കെതിരെ വെടിയുതിർത്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ക്രൗഡാണ് അവിടെ തടിച്ചു കൂടിയത്. ഒരുപാട് ജനങ്ങൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഈ പാകിസ്ഥാൻ ഫോഴ്സ് അവിടെ വെടിവെച്ചിരിക്കുന്നത്. ഇറാനാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഡെലിഗേറ്റ്സ് ആയത്തുൽ അലി ഖമനയുടെ ഫ്യൂണറൽ സെറമണി അറ്റൻഡ് ചെയ്യാൻ എത്തിയ ഇന്ത്യൻ ഡെലിഗേറ്റ്സിനും അതേപോലെ ഇന്ത്യക്കും അവരുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചിട്ടുണ്ട്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ S. ജയശങ്കർ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് ഈ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഖത്തറിലെത്തിയിട്ടുണ്ട്. ഖത്തറിൽ കൃത്യമായിട്ട് ഖത്തർ നടത്തിയ മീഡിയേഷൻ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് എൻഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ അമേരിക്ക കോൺഫ്ലിക്റ്റിൽ ഇടപെട്ട് മീഡിയേഷൻ നടത്തിയതിന് ദോഹയിൽ ചർച്ചയ്ക്കിടയിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ S. ജയശങ്കർ ഇന്ത്യയുടെ പക്ഷത്തു നിന്നുള്ള നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിവിടെ കൃത്യമായിട്ട് ഈ വിഷയം എടുത്തു പറയാനുള്ള കാരണം വേറൊന്നുമില്ല, പാകിസ്ഥാനാണല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട അവകാശവാദങ്ങൾ ഉയർത്തുന്നത്. ആരും തന്നെ ഖത്തർ നടത്തിയ ആ ഒരു കോൺട്രിബ്യൂഷനെ വലിയ രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്തില്ല. ഇന്ത്യ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് ആ വിഷയം ഒന്ന് രജിസ്റ്റർ ചെയ്യാനാണ്. ശരിക്കും പാകിസ്ഥാൻ മാത്രമല്ല, അമേരിക്ക ഇറാൻ കോൺഫ്ലിക്റ്റിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഏറ്റവും ക്രിയാത്മകമായിട്ട് പ്രവർത്തിച്ചത് ഖത്തറാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇന്ത്യ ഇതിലൂടെ പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിലൂടെ ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വിസിറ്റ് നടത്തുന്നത്. 5 ബലൂച്ച് സിവിലിയൻസ് ഗ്വാദാർ പോർട്ട് ആ മേഖലയിൽ കൊല്ലപ്പെട്ട നിലയിൽ അവരുടെ മൃതദേഹം കണ്ടുകിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ബലൂചിസ്ഥാനികളെ വീണ്ടും ചൊടിപ്പിച്ചിട്ടുണ്ട്. അവർ വീണ്ടും ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് പാകിസ്ഥാൻ രഹസ്യ ഓപ്പറേഷനിലോ അല്ലെങ്കിൽ അവർ മനഃപൂർവ്വമോ ഈ സിവിലിയൻസിനെ ബലൂച്ചികൾ എന്ന് അറിഞ്ഞുകൊണ്ട് കൊലപ്പെടുത്തിയതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് അവിടെ ചാവേർ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു 2-3 ദിവസങ്ങൾക്ക് മുമ്പ്. ആ ചാവേർ ആക്രമണത്തിൽ 36 പാക് ആർമി ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ അതിനെ തുടർന്ന് ഈ ബലൂച്ചികളെ അവർ വകവരുത്തിയതാവാം. പകരത്തിന് പകരം വാശി തീർക്കാൻ വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട സിവിലിയൻസിനെ കൊലപ്പെടുത്തിയതാണെന്നാണ് BLA പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ തീർച്ചയായിട്ടും തിരിച്ചടിക്കും, അത് ഉറപ്പാണ്. വേൾഡ് ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെക്കുറിച്ച് വലിയ രീതിയിലുള്ള ഒരു വാർത്തയാണ് അവർ പ്രചരിപ്പിച്ചിരിക്കുന്നത്. വാർത്ത പ്രചരിപ്പിക്കുന്നതിനുള്ളതിലുപരിയായിട്ട് ഒരു സ്റ്റഡി മെറ്റീരിയൽ, ഈ സ്റ്റഡി മെറ്റീരിയൽ എന്താണെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഉള്ളിൽ അവർ വേൾഡ് ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ IMFൽ നിന്നൊക്കെ ലോൺ എടുക്കുന്ന പൈസ കൃത്യമായിട്ട് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ആ രാജ്യത്തിനുള്ളിൽ ഒരു ഈക്വാലിറ്റി മീൻസ് ഈ പണം കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ടായി അത് ഈക്വലായിട്ട് പല ജനങ്ങളിലും എത്തുന്നില്ല. ഈക്വലായിട്ട് മീൻസ് എല്ലാവർക്കും ഒരേപോലെ വിധിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതല്ല. അതായത് വേൾഡ് ബാങ്കിൽ നിന്നോ IMFൽ നിന്നോ പണം വാങ്ങിക്കുമ്പോൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ചില ഏരിയകൾ കൃത്യമായിട്ട് IMF അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇത് പ്രാഥമികമായിട്ട് മേളിലുള്ള ആൾക്കാർ ഓക്കെ ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിച്ചിട്ട് യുവമാർ പൈസ ഗ്രാസ് റൂട്ടിൽ എത്തിക്കുന്നില്ല. ഓക്കെ, ഒരു അഗ്രികൾച്ചർ ലോൺ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബാങ്കിന് ഇന്ന ക്രൈറ്റീരിയ ഉണ്ടാവും, അവർക്കൊരു കപ്പാസിറ്റി ഉണ്ടാവും, അതിനനുസരിച്ച് തിരിച്ചടവ് പ്രാപ്തിയുള്ള കർഷകനെ കണ്ടെത്തി അവന് ലോൺ കൊടുക്കാം. പക്ഷെ ഇവർ കൊടുക്കുന്നില്ല. ഇവർ ഈ പൈസ മൊത്തം വകം മാറ്റി ചിലവാക്കുകയാണ്. ഇവന്മാർ പുട്ടടിക്കുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വേൾഡ് ബാങ്ക് കൃത്യമായിട്ട് പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഒരു അൺസ്റ്റെബിലിറ്റി ഉണ്ട്, ഫൈനാൻഷ്യൽ അൺസ്റ്റെബിലിറ്റിയാണ്. കാരണം അവിടെ
പാവങ്ങൾ എന്നേക്കും പാവങ്ങളായിട്ട് തുടരുകയും അതേപോലെ പല ക്ഷേമ പ്രവർത്തനങ്ങൾക്കെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്ന പണത്തിൽ നിന്നും ഇവർ കൃത്യമായിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് വേൾഡ് ബാങ്കിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഫ്യൂച്ചറിലേക്കുള്ള പാകിസ്ഥാൻ്റെ ബെയിൽ ഔട്ട്, കടമെടുക്കൽ, അതേപോലെ IMFൻ്റെ വാതിലിൽ മുട്ടിക്കൊണ്ട് നിൽക്കൽ, ഇതെല്ലാം തന്നെ വീണ്ടും തുടരാനാണ് സാധ്യത. ആ സമയത്ത് കുറച്ചുകൂടെ പോളിസി സ്ട്രിക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട് പാകിസ്ഥാൻ. അതായത് പണം സ്പെൻഡ് ചെയ്യുന്നതിൽ ഇൻഇക്വാലിറ്റി ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യൻ ആയുധങ്ങളുടെ വിപണി വിശ്വസ്തയോടുകൂടി ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ലഷ്കർ എ തൊയ്ബ തീവ്രവാദിയായിട്ടുള്ള ഹാഫിസ് സയ്യിദ് പഹൽഗാം തീവ്രവാദ ആക്രമണത്തിൽ ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അയാൾക്കെതിരെ NIA കോൺസ്പിറസി ചാർജ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ജർമ്മനി ഔട്ട്, ഇന്ത്യ ഇൻ. എന്താണ് ജർമ്മനി ഔട്ട്, എന്താണ് ഇന്ത്യ ഇൻ? ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്. അപ്പം യൂറോപ്പിൽ 6th ജെൻ ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. FCAS എന്നാണ് ഈ ഒരു ഫൈറ്റർ ജെറ്റ്, 6th ജെൻ ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാമിൻ്റെ പേര്. അതിൽ നിന്നും ജർമ്മനി എക്സിറ്റ് ആവുകയാണ്, അവരിതിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ആ ഗ്യാപ്പിൽ ഇന്ത്യ അതിൻ്റെ ഉള്ളിൽ എൻട്രി ആവുകയാണ്. ഇന്ത്യക്ക് അതിന് താല്പര്യമുണ്ട്. ഈ താല്പര്യം ഇന്ത്യ ഇമ്മാനുവൽ മാക്രോണോട്, ഫ്രാൻസിനോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് ഫ്രാൻസ് ഇപ്പം ഇന്ത്യക്ക് ആ ഒരു ഓഫർ ഇങ്ങോട്ട് വെച്ച് നീട്ടുകയാണ്. ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും, കാരണം 6th ജെൻ ഫൈറ്റർ ജെറ്റ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും ഇന്ത്യ ഈ ഒരു അവസരം ഗ്രാബ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഇതിൽ ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യക്ക് ഇന്ത്യയുടെ മൾട്ടിപോളാർ ജിയോ പൊളിറ്റിക്കൽ ഡിപ്ലോമസി കൊണ്ടുപോകാൻ നന്നായിട്ട് അറിയാം. അത് ആ രീതിക്ക് കൊണ്ടുപോവുകയും അതേസമയം ഈ 6th ജെൻ ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടെക്നോളജിക്കലി നമുക്ക് ഒരു അഡാപ്റ്റേഷൻ കിട്ടും. സോ അതിലൂടെ നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള 6th ജെൻ ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ നമുക്ക് നോളജ് കിട്ടും, നമുക്ക് ഇൻവോൾവ്മെൻ്റ് ആവാൻ പറ്റും. വളരെ ക്വിക്കായിട്ട് തന്നെ 6th ജെൻ ഫൈറ്റർ ജെറ്റ് എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്കും മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇന്ത്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഗുഡ് ന്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. മെർസക് എന്ന് പറഞ്ഞ വലിയ കണ്ടെയ്നർ കമ്പനി 1000 കണ്ടെയ്നറുകളുടെ ഓർഡർ ഇന്ത്യയിലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. DCM ശ്രീറാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കമ്പനിക്കാണ് ഈ ഓർഡർ കിട്ടിയിരിക്കുന്നത്. മെർസക് എന്ന് പറഞ്ഞ കമ്പനിയാണ്, വലിയ ഷിപ്പിംഗ് കണ്ടെയ്നർ കമ്പനിയാണിത്. ഷിപ്മെൻറ്റ് ട്രാൻസ്പോർട്ട് കണ്ടെയ്നറിന് വേണ്ടിയിട്ടുള്ള ഓർഡറാണ് കമ്പനി നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ POKയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ലണ്ടനിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റ്, അതിനെ തുടർന്ന് ഇന്ത്യ 6th ജെൻ ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാമിൽ യൂറോപ്പിലേക്ക് ജർമ്മനി എക്സിറ്റ് ആവുന്ന ഒരു ഗ്യാപ്പിലേക്ക് ഇന്ത്യയുടെ പൊസിഷൻ പ്ലേസ് ചെയ്യുമോ എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.